നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമുക്ക് കഴിഞ്ഞ 2-3 ദിവസം മുൻപ് നമ്മൾ ജസ്ന സലീമിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതായത് ജസ്ന സലീമിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു മായ ജി പ്രസാദ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് 2-3 FIR കോപ്പികളും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ കൃത്യമായിട്ടും ഈ ജസ്ന സലീമിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് അത് വിറ്റ് ഉപജീവന മാർഗമാക്കി എടുക്കുന്ന ജീവിക്കുന്ന ഒരു സ്ത്രീ ജസ്ന, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ജസ്ന സലീമിനെ പറ്റി അങ്ങനെ വന്ന സമയത്ത് അതിലൊരു ക്ലാരിറ്റി വരുത്തണമെന്ന്, ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചോ, ഇതിലൊന്ന് ക്ലാരിറ്റി വരുത്തണ്ടേ എന്നൊക്കെ ചോദിച്ച് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എന്നോട് അടുപ്പുള്ള ഒരുപാട് ആളുകൾ നേരിട്ടും അല്ലാതെയും ഒക്കെ എന്നോട് സൂചിപ്പിച്ചിരുന്നു അന്വേഷിച്ചോ എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് വെച്ചാല് അത്രയും ജസ്നയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. കാരണം ഗുരുവായൂരപ്പന്റെ ഭക്തയാണ് അവർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭക്തിയേക്കാളുപരി അവർക്കതൊരു ഉപജീവന മാർഗമായതുകൊണ്ട്. കാരണം അവർ വരയ്ക്കുന്ന ചിത്രം എനിക്ക് തോന്നുന്നു 5000 10,000 വലിയ പണം വാങ്ങിക്കൊണ്ടാണ് അത് വിൽക്കുന്നത്. അത് ഒരേ മോഡലുള്ള ചിത്രം തന്നെയാണ്, അത് കോപ്പി എടുത്ത് തന്നെയാണ് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു തവണ വരച്ചിട്ടുണ്ട്, പിന്നീട് അത് കോപ്പി എടുത്ത് അങ്ങനെ ചെയ്യാണ്. ഇനിയിപ്പോ അത് ജസ്നയാണോ വരച്ചത് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. കാരണം ജസ്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതിൽ പബ്ലിക് ആയിട്ട് ഇത് ചെയ്യുന്നത് ആരും കണ്ടിട്ടൊന്നുമില്ല. അവർ വരച്ചു എന്നൊരു അവകാശപ്പെടുന്നതേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇനി വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ജസ്ന ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ജസ്ന മറ്റൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തതൊക്കെ അവർ തന്നെ എനിക്ക് ലിങ്ക് ഇട്ട് തന്നിരുന്നു. ഞാൻ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തിരുന്നു. പക്ഷെ അവർക്ക് ആ അവസരം താല്പര്യമില്ല എന്ന് തോന്നുന്നു, എന്തോ അറിയില്ല. അവർ എനിക്ക് തോന്നുന്നു News 18 അതിലേതോ ഒരു ചാനലിൽ പോയിട്ടാണ് അവർ പിന്നെ ഇന്റർവ്യൂ കൊടുത്തത്. അപ്പോ നമ്മളെ ചാനലിൽ നമ്മൾ അവസരം കൊടുത്തിരുന്നു. പലരും എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു, എന്താണ് അവർക്ക് അവരുടെ ഭാഗം കേൾക്കാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ചെയ്യാണോ, അവരെ നമ്മൾ എന്തിനാ ദ്രോഹിക്കുന്നത്? ഞാൻ അവരെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. ഞാൻ മായ ജി പ്രസാദ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ നിറഞ്ഞ് ഓടുന്ന കുറെ ഡീറ്റെയിൽസ്, ആ ഡീറ്റെയിൽസ് സത്യമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്ന സലീം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ നമ്മുടെ ചാനലിൽ വിശദീകരിക്കാൻ അവർക്ക് വരാൻ പറ്റിയില്ല, അവർ വന്നില്ല എന്ന് തന്നെ പറയാം. അവർ എന്നുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചാനലിന്റെ വാട്സപ്പ് നമ്പറിൽ നിരന്തരം അവർ എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇടെയാണ് എന്റെ അടുത്ത് പലരും പറഞ്ഞ് അന്വേഷിച്ചു എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ടും ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച സമയത്ത് എനിക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയത് എന്താ വെച്ചാല്, ഇവർ കേസ് കൊടുത്തിട്ടുള്ളത് ഒട്ടുമിക്ക ആളുകളും ഹിന്ദുക്കളായിട്ടുള്ള യുവാക്കളാണ്. അതും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവിന്റെ ജോലി പോലും പോയിട്ടുണ്ട് ഇവർ കൊടുത്ത കേസ്. ആ കേസിൽ 2ാം പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി, അതുപോലെ ഒന്നാം പ്രതിയുടെ കേസ് ഇവർ സെറ്റിൽമെന്റ് ചെയ്തു കൊടുത്തത്. ഏറ്റവും വലിയ രസം അതാണ്. 2ാം പ്രതിയുടെ കേസ് നിലവിലുണ്ട് എന്ന അറിവിലാണ് കിട്ടിയത്. ഇനിയിപ്പോ തേഞ്ഞു മാഞ്ഞു പോയോ എന്ന് അറിയില്ല. കാരണം 1ാം പ്രതിക്കെതിരെ കൊടുത്തിട്ടുള്ള കേസ് അവർ പിൻവലിച്ചു. ഇവർ കൊടുത്തിട്ടുള്ള കേസുകളിൽ ഒട്ടേറെ കേസുകളിലും അവരെ ഉപദ്രവിച്ചു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അങ്ങനത്തെ പീഡന വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഒരു കേസ് മാത്രം ഞാൻ അന്വേഷിച്ചു. കാരണം അത് BJP-യും RSS-ഉം ഒക്കെ ആയി ചേർന്ന് നിൽക്കുന്ന സജീവ പ്രവർത്തകരായതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ചു. അതിൽ പേര് പറയേണ്ടതുണ്ട്. സുബിലാഷ്, സബിനേഷ് എന്ന് പറയുന്ന 2 പേർ. ഈ സുബിലാഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ, അവന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഈ സബിനേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അവർ ആശുപത്രിയിലേക്ക് ഈ സബിനേഷിന്റെ കാറിൽ സുബിലാഷിനെയും കൊണ്ടുപോവാണ്. ഈ സുബിലേഷ് ഒക്കെ BJP-യുടെയും RSS-ന്റെയും ഒക്കെ സജീവ പ്രവർത്തകനാണ് എന്നതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അത്തരത്തിൽ ഈ സുബിലാഷിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കൊയിലാണ്ടി വലിയൊരു മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലത്തിന്റെ ഏകദേശം സെൻട്രലാണെന്ന് തോന്നും ഈ ജസ്ന സലീമും പിന്നെ വേറെ ഏതൊരു യുവാവുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയെന്തോ. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാലത്തിന്റെ ടോപ്പിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവരവിടെ വണ്ടി പാർക്ക് ചെയ്ത് എന്തോ നിൽക്കുക ആയിരുന്നു. അപ്പൊ ആ പാസ് ചെയ്യുന്ന സമയത്ത് സുബിലാഷും സബിനേഷും അവരെ നോക്കി കാറിൽ പാസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഈ പോകുന്ന സമയത്ത് ഈ ജസ്ന സലീം അവരെ പോട പട്ടി എന്നോ അങ്ങനെ എന്തോ ഒരു മോശമായ വാക്ക് ഉപയോഗിച്ചു എന്നാണ് അറിയാൻ പറ്റിയത്. അങ്ങനെ അവരത് ചോദ്യം ചെയ്യാൻ വേണ്ടി കാർ നിർത്തി എന്താ വിളിച്ചതെന്ന് ചോദിച്ചത്. സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്നത് തന്നെയാണല്ലോ. അപ്പൊ നമ്മള് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു നിൽക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം, കാരണം പാലത്തിന്റെ മേലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിൽക്കാൻ പാടില്ല. എല്ലാവർക്കും സാമാന്യ ബുദ്ധിയുള്ള ബോധമുള്ള ഏതൊരു ആൾക്കറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നോക്കിയപ്പോ അവരെ പട്ടി എന്ന് വിളിച്ചത്രേ. അത് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയ ഈ പറയുന്ന സുബിലാഷിനെ ഈ ജസ്ലയും അതുപോലെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ജസ്നയുടെ കൂടെ ഉണ്ടായിരുന്ന ആളും അടിക്കാനോ ഉപദ്രവിക്കാനോ വന്നു എന്ന് പറയുന്നു. അതോടൊപ്പം അവിടെ കൂടിയ നാട്ടുകാരെല്ലാവരും, കാരണം ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഒന്ന് ഇൻട്രസ്റ്റ് കൂടുമല്ലോ, അത്തരത്തിൽ എല്ലാവരും കൂടി ഈ സുബിലാഷിനെ ആക്രമിച്ചു വളരെ മോശമായി തല്ലുക ഒക്കെ ചെയ്തു. അങ്ങനെ
ഈ സുബിലാഷിന്റെ സുഹൃത്ത് ഡ്രൈവ് ചെയ്യണ വണ്ടി സബിനേഷ് എന്ത് ചെയ്തു, ഇവനെ പിടിച്ചു മാറ്റാൻ വേണ്ടി അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ സുബിലാഷിനെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് കാറിൽ കൊണ്ടുവന്ന് അവര് പിന്നെ ആശുപത്രിയിൽ പോയി. അങ്ങനെ ആ വിഷയം അവിടെ അവസാനിച്ചു. പക്ഷെ ഈ സബിനേഷിന്റെ വണ്ടിയിലാണ് പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജസ്ന ഈ സബിനേഷിന്റെ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തുകൊണ്ട് അവർ പരാതി കൊടുക്കുന്നു. അങ്ങനെ പോലീസ് വിളിക്കുമ്പോഴാണ്, ഇവർ കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഇവർ അത് അറിയുന്നത്. അങ്ങനെ ഇവരവിടെ ചെന്നതോടുകൂടി ഒരു ദിവസം പൂർണ്ണമായിട്ടും ഈ കുട്ടികളെ അവിടെ ആ സെല്ലിൽ ഇടുന്നു. മാത്രമല്ല വണ്ടി പിടിച്ചു വെക്കുന്നു, ഇവർക്കെതിരെ കേസ് വരുന്നു. അങ്ങനെ ഈ വണ്ടി ഓടിച്ച ഈ ജസ്നയോട് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത ഈ ചങ്ങാതി രണ്ടാം പ്രതിയും ജസ്ന പട്ടി എന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ആ ചങ്ങാതി, ഈ പറയുന്ന പേര് സുബിലാഷ്, രണ്ടുപേരുടെ ഏകദേശം ഒരേ പേരാണ്. ഈ സുബിലാഷ് ഒന്നാം പ്രതിയായിട്ട് ഇവർ കേസ് കൊടുത്തു. ആ കേസിൽ സുബിലാഷ് പിന്നീട് എനിക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം അത് ശരിയാണോ അല്ലേ എന്നുള്ളത് ജസ്ന തന്നെയാണ് പറയേണ്ടത്. ജസ്ന 3 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് മായാജി പ്രസാദ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലായാലും ഒട്ടേറെ ആളുകൾ ജസ്ന ഇതുപോലെ പരാതി കൊടുക്കുക, പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പണം ചോദിച്ചുകൊണ്ട് ഈ പരാതി പിൻവലിക്കാമെന്ന അത്തരത്തിൽ കേസ് കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് എന്നതൊക്കെയാണ് പുറത്തു വന്നത്. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും തെളിവ് എന്റെ അടുത്തുണ്ട്. ഇപ്പൊ ഈ സുബിലാഷിന്റെയും ഈ സബിനേഷിന്റെയും പിന്നെ പ്രസാദ് എന്ന് പറയുന്ന വേറൊരു ഹിന്ദു പ്രവർത്തകൻ, അദ്ദേഹത്തിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇവരെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയ ഒരു വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് അറിയാൻ പറ്റിയത്, ഈ പ്രസാദ് ഒരു ഐസ്ക്രീം പാർലറിൽ എന്തോ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജസ്റ്റിന് അതിലൂടെ പാസ് ചെയ്ത സമയത്ത് ഈ ചങ്ങാതി ഈ ഐസ്ക്രീം ഒന്നിങ്ങനെ, നമുക്കറിയാലോ ഐസ്ക്രീം നമ്മൾ വായിൽ വെച്ചിട്ട് അല്ലാണ്ട് വേറൊന്നും തിന്നാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ തിന്നാ നമ്മള്. അങ്ങനെ തിന്നപ്പോ ഇവരെ മോശമായ രീതിയിൽ ഇവരെ പരിഹസിച്ചതാണോ എന്ന് തോന്നിക്കൊണ്ട് ഇവർ ഈ പ്രസാദിനെ ആക്രമിച്ചു എന്ന് പറയുന്നു. അങ്ങനെ പ്രസാദ് തിരിച്ചും നല്ലോണം തല്ലി എന്ന് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടായി. അതിലും പീഡന വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേസുകൾ വന്നത്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് സുബിലാഷ്, സബിനേഷ്, പ്രസാദ് ഇവർക്കെതിരെയൊക്കെ കൊടുത്തിട്ടുള്ള വകുപ്പുകൾ ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമുക്കറിയാം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന വകുപ്പുകളാണ് സ്ത്രീകളും കുട്ടികളുടെയും കുട്ടികളുടെ പേരിൽ പോക്സോ കേസ് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഈ സ്ത്രീ പീഡന വകുപ്പുകൾ ചേർത്തുകൊണ്ട് സ്ത്രീകൾ കൊടുക്കുന്ന, കാരണം ഇതിന്റെയൊക്കെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന് സാക്ഷിമൊഴികളോ മറ്റൊന്നും വേണ്ട, ഈ സ്ത്രീ കൊടുക്കുന്ന മൊഴി മാത്രം മതി. പ്രഥമ ദൃഷ്ട്യ ഈ മൊഴിയിൽ തന്നെയാണ് പോലീസിന് പരാതി എടുക്കാൻ പറ്റും. അങ്ങനെ പക്ഷെ ഈ സുബിലാഷും സബിനേഷിനെതിരെ ഇവർ കൊടുത്ത പരാതി പോലീസ് തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്ന വകുപ്പാണ് ഇട്ടതെന്ന് പറയുന്നു. അപ്പോൾ എത്രത്തോളമാണ് ഈ ജസ്ന ഇങ്ങനത്തിൽ ആളുകളെ ദ്രോഹിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത് അല്ല എന്നുണ്ടെങ്കിൽ ജസ്നയെ ഞാൻ ഈ ചങ്ങാതിമാരുടെ ഒക്കെ പേര് ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. സുബിലാഷ്, സബിനേഷ്, പ്രസാദ്, ഇങ്ങനെ കുറെ ആളുകളാണ് ഞാൻ ഇവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് ഇവരെയൊക്കെ അറിയുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അറിയും എന്ന് പറഞ്ഞാൽ അവരതിനെ ന്യായീകരിച്ച് കുറെ ഓഡിയോസ് ഒക്കെ, ഇഷ്ടംപോലെ ഓഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചിലതൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഒന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ പൂർണ്ണമായിട്ട്. പിന്നെ കേൾക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഒരുപാട് പറയുന്നുണ്ട്, അവർ 6-7 ഓഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഫുൾ ആയിട്ടൊന്നും കേട്ടിട്ടില്ല. എന്തായാലും ജസ്നയ്ക്ക് നമ്മൾ അവസരം കൊടുക്കാതെ ഒരു ഭാഗം മാത്രം പറയുന്നെന്ന് ചോദ്യം ചോദിച്ചാൽ സുഹൃത്തുക്കളോടുള്ള ഒരു മറുപടി കൂടിയാണിത്. ജസ്നയ്ക്ക് കൃത്യമായിട്ട് നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്. ജസ്ന കൃത്യമായിട്ടും 24 ന്യൂസിൽ, 24 അത് 18 ന്യൂസ് 18 ആണ് തോന്നുന്നു, ന്യൂസ് 18 പോണതിന് മുമ്പ് എന്നെ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഞാൻ ജസ്നയോട് പറഞ്ഞു, ജസ്ന ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലൈവ് നമ്മൾ ചാനലിൽ ലൈവ് ചർച്ചകൾ സംഘടിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് അതിന് അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് അതിൽ താല്പര്യം വന്നില്ല, എന്തായാലും നമ്മുടെ ചാനലിൽ വന്നില്ല. ഇങ്ങനെ ന്യൂസ് 18 അവർ പോയി, അവർ ന്യായീകരിച്ചുകൊണ്ട് അവരുടെ ഭാഗമൊക്കെ കണ്ണീരോടുകൂടി എന്തൊക്കെയോ എവിടെയോ കെട്ടിയിട്ട് പീഡിപ്പിച്ച് അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ട് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അതും കണ്ടില്ല എന്ന് പറയേണ്ടതുണ്ട്. കാരണം എന്തായാലും ഒരു ന്യായീകരണമാണല്ലോ, അതിന്റെ ഒരു ഭാഗം അവരുടെ ഭാഗം തന്നെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് ആളുകൾക്കെതിരെ എന്തായാലും ജസ്ന കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 പേരുടെ എനിക്ക് നേരിട്ട് അറിയുന്ന 3 പേരാണ്. അത് പൂർണ്ണമായിട്ടും ഹിന്ദുക്കളാണ്, മാത്രമല്ല BJP RSS സജീവ പ്രവർത്തകരാണ്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് പച്ചയ്ക്ക് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഗുരുവായൂർ കണ്ണന്റെ നടയിൽ നിന്നുകൊണ്ട് ഗുരുവായൂർ കണ്ണന്റെ ഓടക്കുഴൽ എന്ന ലേബലിൽ ഒരു പീപ്പ വിളിച്ചതൊക്കെ നമ്മൾക്കറിയാം. ഞാനൊരു ഭക്തനാണ്, ഞാനൊരു വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ കണ്ണന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു കോമാളിത്തരം കാട്ടിയ ജസ്നയോട് എനിക്ക് സത്യത്തിൽ ഒരു കരുണയും ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവരുടെ തൊഴിൽ ഈ ചിത്രം വിറ്റുകൊണ്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഒരാളുടെയും കഞ്ഞിയിൽ പാറ്റിയിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിന് പ്രതികരിക്കാറില്ല. ഇനി പ്രതികരിക്കുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരുടെ കഞ്ഞിയിൽ നമ്മൾ പാറ്റിയിടണ്ട, അവര് അതുകൊണ്ട് ഉപജീവനം നടത്തിക്കോട്ടെ, എന്തായാലും ഭഗവാന്റെ ചിത്രം വിറ്റിട്ടല്ലേ
എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ അതിൽ നമ്മൾ ഇടാറില്ല. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് കൃത്യമായിട്ട് വിയോജിപ്പുണ്ട് ഇവരുടെ ഗുരുവായൂരിൽ ഇവർ കാണിച്ചു കൂട്ടുന്നതും. അതുപോലെ ഓവറായിട്ട് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിജിക്ക് പോലും ഇവർ ആ ചിത്രം കൊടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല കാര്യമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഈ ചിത്ര വിൽപ്പനയ്ക്ക് ഏറ്റവും വലിയ മാർക്കറ്റ് തന്നെയാണ് നരേന്ദ്രമോദിജിക്ക് ഫോട്ടോ കൊടുക്കാൻ BJPയും RSS നേതൃത്വം ഒക്കെ അവസരമുണ്ടാക്കി കൊടുത്തത് എന്ന് എനിക്ക് RSSകാരിൽ അവസരം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചെന്ന് എനിക്കറിയില്ല. എന്തായാലും BJPക്കാർ പ്രവർത്തിക്കാതെ ഒരിക്കലും അവർക്ക് നരേന്ദ്രമോദിജിക്ക് ആ ഫോട്ടോ കൊടുക്കാനുള്ള ആ സ്റ്റേജിലേക്ക് എത്താൻ പറ്റില്ല. മാത്രമല്ല സുരേഷ് ഗോപി സാർ എത്രത്തോളമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഫ്രീഡം എന്നുള്ളതും എത്രത്തോളമാണ് അവരുടെ ഈ ചിത്രം വിൽപ്പനയ്ക്ക് പ്രമോഷൻ നൽകുന്നത് എന്നൊക്കെ നമ്മൾക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുള്ള എനിക്ക് നേരിട്ട് അറിയുന്ന 3 വ്യക്തികളുടെ വിവരമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ആ 3 വ്യക്തികളെ നേരിട്ട് ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് കൃത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള വിവരമാണ് എന്ന് അറിയുന്നത് കൊണ്ട് എന്റെ അടുത്ത് ചോദ്യങ്ങളുമായി വന്ന ആളുകളോട് ഇത് പറയേണ്ടതുണ്ട്. കാരണം എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആ സംഭവം നടന്നോ ഇല്ലയോ, ഇനി ഇവർ കൊടുത്തിട്ടുള്ള വകുപ്പുകളൊക്കെ പീഡന വകുപ്പുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അത് പ്രകാരം അവർക്ക് മോശം കാര്യങ്ങൾ ഈ യുവാക്കളിൽ നിന്നുണ്ടായോ എന്നുള്ളതൊക്കെ ഇവർ കൊടുത്തിട്ടുള്ള പ്രതികൾക്കും പിന്നെ ഭഗവാനും മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ഗുരുവായൂർ കണ്ണനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ കണ്ണൻ ചില്ലറക്കാരനല്ല എന്ന് നമ്മൾക്കറിയാം. അത് ജസ്നയ്ക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം ജസ്ന എല്ലാ സമയത്തും അവരുടെ മതം വിട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം അവരുടെ ദൈവിക വിശ്വാസം ഒന്നും വിട്ടിട്ടൊന്നും ഈ ഗുരുവായൂർ കണ്ണന്റെയോ അതല്ലെങ്കിൽ ഹിന്ദുമതം സ്വീകരിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ജസ്ന എത്രത്തോളം ഗുരുവായൂർ കണ്ണന്റെ ശക്തി ജസ്നയ്ക്ക് സംശയം തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ പറയുന്നു ജസ്ന ഇത്തരത്തിൽ ഗുരുവായൂർ കണ്ണനോട് കളിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ഒരുപാട് കേസുകളൊക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ ഒരു കാര്യമല്ല. അത് പൊതുജനം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ ഇനിയും പറയുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ടും പ്രേക്ഷകരോട് പറയാനുള്ള ആ ഒരു മാന്യമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാം. അതിൽ കുറെ കരഞ്ഞു വിളിച്ച് കണ്ണീരൊഴുക്കിയാലൊന്നും ജനങ്ങളുടെ സിമ്പതി ഒന്നും കിട്ടില്ല. കാരണം ഇത് ഒരുപാട് ആളുകൾ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നിങ്ങളും എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇത് അന്വേഷിച്ചോ എന്നൊക്കെ ജസ്നയും എന്റെ അടുത്ത് ചോദിച്ചിരുന്നു വാട്സപ്പിലൂടെ. ജസ്നയെ ഞാൻ വിളിച്ചു, ജസ്ന എന്നെയും കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ അന്വേഷിച്ചതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഈ 3 വ്യക്തികളെ ഇവിടെ പറയേണ്ടതുണ്ട്. സുബിലാഷ്, സബിനേഷ്, പ്രസാദ്. അതില് സുബിലാഷ് എന്ന് പറയുന്ന ആളായിരുന്നു 1-ാം പ്രതി ഒരു കേസില്. 2-ാം പ്രതി സബിനേഷ് ആയിരുന്നു. ഈ സുബിലാഷിന്റെ കേസ് ഇവർ എന്തുകൊണ്ടാണ് സെറ്റിൽ ചെയ്ത് കൊടുത്തത് ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ആദ്യം ഇവർ 3 ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു. അപ്പൊ ജസ്ന ഇതിനെ ന്യായീകരിച്ച് പറഞ്ഞത് ഈ 2 പ്രതികളുടെ വക്കീലോ അതോ ഇവരുടെ വക്കീലോ എന്തോ മുൻകൈ എടുത്തിട്ടാണ് അത് കേസ് തീർക്കാൻ വേണ്ടി. വെറുതെ എന്തായാലും കേസ് തീർക്കില്ല എന്നുള്ളത് ചിന്തിക്കുന്ന അന്നം കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് ഇത്തരത്തിൽ ജസ്നയ്ക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണവും അത് തന്നെയാണ്. കേസുകൾ കൊടുക്കുക, പിന്നെ അതിന് കാശ് വാങ്ങിക്കൊണ്ട് അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെ കാശ് കൈപ്പറ്റുക. ആ ഏർപ്പാട് നിന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഗുരുവായൂർ കണ്ണന്റെ ഒരു ചിത്രവുമായി ഇവർ ഇറങ്ങിയത്. ഇനി ഇവർ ചിത്രം നേരിട്ട് വരയ്ക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ഇടാട്ടോ. ഇനി ഞാൻ കണ്ടിട്ടില്ല. ഇനി ജസ്നെ അല്ല ഇത് വരയ്ക്കുന്നത് എന്ന് ആര് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം ആരും ഇത് നേരിട്ട് കണ്ടതായിട്ട് എന്റെ അറിവിലില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുക. ഇനി അതും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ജസ്നയ്ക്ക് മാത്രമാണ്. ജസ്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ജസ്ന തന്നെ വരച്ച, ജസ്ന പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് ഞാൻ വരച്ചതാണ്, എനിക്ക് അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി, ഞാൻ വരക്കാരിയല്ല, എനിക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടായിരുന്നില്ല എന്നൊക്കെ ജസ്ന പറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ഒരു അനുഗ്രഹമായിട്ട് അവർക്ക് അങ്ങനെ ചിത്രം വരയ്ക്കാനുള്ള പ്രചോദനം കൊടുത്തതാണെങ്കിൽ ആ അനുഗ്രഹം ഒരു വട്ടം കൂടി പ്രേക്ഷകർക്ക് കാണെ ഒന്ന് പബ്ലിക്കായിട്ട് വരയ്ക്കുക, അത് പോയിന്റ് ആയിട്ടൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് എന്നുകൂടി ഒരു അഭിപ്രായമുണ്ട്. ഇത് ഞാൻ ഇതിനു വേണ്ടി മാത്രം ചെയ്തൊരു സന്ധ്യാസമയത്ത് ഒരു ലൈവാണ്. ഇതൊരു വാർത്താ രീതിയിലല്ല ചെയ്തത്. എന്റെ ഒരു അഭിപ്രായം മാന്യ പ്രേക്ഷകർ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക്, അതുപോലെ എന്റെ സുഹൃത്തുക്കൾ ചോദിച്ച 2 ഭാഗവും അന്വേഷിച്ചോ എന്നുള്ളതിന് ഒരു ഉത്തരം മാത്രമാണ്. 2 ഭാഗവും അന്വേഷിച്ചു. ജസ്നയുടെ ഭാഗത്ത് ഇത്തരത്തിൽ 3ഓളം പേർക്കെതിരെ പരാതി കൊടുത്തതിന്റെ കൃത്യമായുള്ള തെളിവ് എന്റെ അടുത്തുണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഞാൻ നേരിട്ട് സംസാരിച്ചു, നേരിട്ട് കണ്ടു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരിലൂടെ പാസ് ചെയ്ത സമയത്ത് ഇവരെ കണ്ടിരുന്നു ഞാൻ നേരിട്ട്. അത്തരത്തിലാണ് ഈ വിവരം, ഈ ഡയറക്റ്റ് ഇവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ട് സംസാരിച്ചിരുന്നു. ആ വിവരം ഇവിടെ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ജസ്ന എത്രത്തോളം ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് അവർക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിൽ എന്നുള്ളത് സംശയം തന്നെയാണ്. 5-6 ലക്ഷം
ലക്ഷം പേര് ന്യൂസ് 18 ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ജസ്ന എന്ന് പറയേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഈ പട്ടികയിൽ വന്നിട്ടുള്ള സുഭിലാഷ് കൃത്യമായിട്ടും RSSന്റെയും BJP-യുടെയും ശക്തമായ പ്രവർത്തകരാണ്. അതുപോലെ സബിനേഷ് എന്ന് പറയുന്ന പയ്യനുണ്ട്, ആ കുട്ടിയും അതെ. പിന്നെ പ്രസാദ് എന്ന് പറയുന്ന പയ്യൻ, ഇവരൊക്കെ കൃത്യമായിട്ടും ഒരു വിഭാഗത്തിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സംശയത്തിന്റെ കണ്ണോടുകൂടി പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ, ആളുകൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. അത് തീർക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.